സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ പരാതികളിൽ തെളിവെടുപ്പ് തുടരുന്നു. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ പരാതിയിൽ കലൂരിലെ ഹോട്ടലിൽ തെളിവെടുപ്പ് നടന്നു. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലും വിവിധ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടന്നിരുന്നു. പാലേരി മാണിക്യം സിനിമയ്ക്കിടെ സംവിധായകൻ രഞ്ജിത്ത് തന്നെ കടന്നുപിടിച്ചെന്ന ബംഗാളി നടിയുടെ പരാതിയിലാണ് ഹോട്ടലിൽ തെളിവെടുപ്പ് നടന്നത്. നടിയുടെ സുഹൃത്തായ സംവിധായകൻ ജോഷി ജോസഫുമായാണ് അന്വേഷണ സംഘം കലൂരിലെ ഹോട്ടലിലെത്തിയത്. സംഭവ ദിവസം നടി താമസിച്ചത് ഇവിടെയായിരുന്നു. രഞ്ജിത്തിന്റെ ഫ്ളാറ്റിനോട് ചേർന്നായിരുന്നു റൂം. നിർമ്മാതാവ് സുബൈറാണ് നടിക്ക് ഹോട്ടൽ റൂം ബുക്ക് ചെയ്ത് നൽകിയത്. ഹോട്ടലിന്റെ ഉടമകൾ മാറിയതിനാൽ അന്വേഷണ സംഘത്തിന് ഹോട്ടലിലെ രജിസ്റ്റർ പരിശോധിക്കാനായില്ല. രഞ്ജിത്തിൽ നിന്ന് ദുരനുഭവം ഉണ്ടായ ശേഷം ഇവിടെ വെച്ചാണ് നടിയെ കണ്ടതെന്ന് സംവിധായകനും കേസിലെ പ്രധാന സാക്ഷിയുമായ ജോഷി ജോസഫ് പറഞ്ഞു. ഈ ഹോട്ടലിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പക്ഷേ അന്ന് ഇപ്പോൾ ഇതിൻ്റെ ഓണേഴ്സ് ആയിരുന്നില്ല. അന്നത്തെ ഇത് എടശ്ശേരിയുടെ തന്നെ ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇത് നടത്തുന്ന 2 വർഷമായിട്ട് നടത്തുന്ന വേറെ ആളാണ്. ഈ ഹോട്ടലിലാണ് അവർ താമസിച്ചിരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള DD നെസ്റ്റ് എന്ന് പറയുന്ന ഫ്ലാറ്റിലാണ് ഈ സംഭവം ഉണ്ടായത്. അതിന് തൊട്ടപ്പുറമുള്ളത് DD നെസ്റ്റ്. അന്ന് രാത്രി ഉണ്ടാകുന്നത് ഞാൻ അന്ന് രാത്രി വീട്ടിലുണ്ട്. എനിക്കറിഞ്ഞൂടെ ഇവരോടുള്ള കാര്യം. കാലത്ത് വിളിക്കുമ്പോഴാണ് അവരിവിടെ ഉണ്ടെന്നും അങ്ങനെയാണ് ഞാനിവിടെ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ മുറിയിലുള്ള സമയത്ത് അതിൻ്റെ പ്രൊഡ്യൂസർ സുബൈർ എന്ന് പറയുന്ന ആൾ ഈ മുറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം തെളിവുകളും മറ്റും എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്നെ ഇവിടെ കൊണ്ടുവന്നത്. നടി മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായി തന്നോട് പറഞ്ഞുവെന്നും ജോഷി ജോസഫ് വ്യക്തമാക്കി. അതിനാലാണ് കൊച്ചിയിലേക്കുള്ള ഇന്നത്തെ യാത്ര നടി ഉപേക്ഷിച്ചത്. ഇവർ കൊച്ചിയിലെത്തിയാൽ വീണ്ടും തെളിവെടുപ്പ് നടത്തും. അതേസമയം നടന്മാരായ ജയസൂര്യ, മുകേഷ്, ഇടവേള ബാബു, മണിയൻപിള്ള രാജു തുടങ്ങിയവർക്കെതിരെ പരാതി ഉന്നയിച്ച ആലുവ സ്വദേശിനിയായ നടിയുമായി തെളിവെടുപ്പ് തുടരുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ ഇന്ന് നടിയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. ജനം, കൊച്ചി.